തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ സീരിയൽ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. പോലീസ് ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ചങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. പ്രശാന്ത്, വളരെ പ്രശസ്തനായ സിനിമാ സീരിയൽ നടനാണ് ദിലീപ് ശങ്കർ. അദ്ദേഹത്തെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? പ്രാഥമിക നിഗമനം എന്താണ്? ദേവിക, തിരുവനന്തപുരത്ത് വൺട്രൂസ് ജംഗ്ഷനിലെ ഹോട്ടലിലാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹത്തിന് ഈ സീരിയലുമായി ബന്ധപ്പെട്ട നിരവധി സീരിയലുകളിലും അതുപോലെ തന്നെ ചലച്ചിത്രങ്ങളിലും അടക്കം ഒരുപാട് വേഷങ്ങൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ് ഈ ദിലീപ് ശങ്കർ. നിലവിൽ തിരുവനന്തപുരത്ത് ഒരു സീരിയലിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ 2 ദിവസമായി ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ അതിനിടയിലാണ് അതിനിടയിൽ വിളിച്ചിട്ട് കിട്ടാതായതിനെ തുടർന്നാണ് പിന്നീട് ഈ യൂണിറ്റ് അംഗങ്ങൾ തിരുവനന്തപുരത്തുള്ള ഹോട്ടലിലേക്ക് എത്തുകയും അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മരണപ്പെട്ട വിവരം പുറത്തറിയുന്നത്. അതായത് ഈ യൂണിറ്റ് അംഗങ്ങൾ ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷം തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന, അതായത് ദിലീപ് ശങ്കർ താമസിച്ചിരുന്ന മുറിയുടെ ജനൽ തുറന്ന് പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടത്. തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്ത് എത്തി തുടർ നടപടികൾ എന്ന നിലയിൽ ഇപ്പോൾ മൃതദേഹത്തിൻ്റെ പരിശോധനകളടക്കം നടത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഈ തിരുവനന്തപുരത്ത് വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള ഒരു ഹോട്ടൽ മുറിയിലാണ് ദിലീപ് ശങ്കറിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു സീരിയലുമായി ബന്ധപ്പെട്ട് സീരിയലിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തെ ഇടയ്ക്ക് ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതിനിടയിൽ 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. തുടർന്നാണ് പിന്നീട് ഷൂട്ടിംഗ് ഇല്ലാതിരുന്നു. അങ്ങനെ ഈ ഹോട്ടലിൽ താമസിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ സീരിയലുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റ് അംഗങ്ങൾ വിളിച്ചിട്ട് കിട്ടാതായതോടുകൂടിയാണ് പിന്നീട് ഈ ഹോട്ടലിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷം ഈ പലതവണ ഫോണിൽ വിളിക്കാൻ നോക്കിയെങ്കിലും വിളിച്ചിട്ട് കിട്ടാതായതോടുകൂടിയാണ് യൂണിറ്റ് അംഗങ്ങൾ ഇവിടേക്ക് എത്തിയത്. എന്തായാലും പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്ന നിലയിലേക്ക് ഈ മൃതദേഹം കിടക്കുന്ന മുറിയിലെത്തിയിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ വിരലടയാള വിദഗ്ധരടക്കം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കാരണം മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട് എന്ന പ്രാഥമിക നിഗമനം പുറത്തേക്ക് വരുമ്പോൾ ചില സംശയങ്ങളും കൂടി ഒരു ഘട്ടത്തിൽ ഉന്നയിക്കേണ്ടതില്ലേ? കാരണം 3 ദിവസത്തെ പഴക്കം മൃതദേഹത്തിനുള്ള സ്ഥിതിക്ക് എന്നാണ് ഇദ്ദേഹം ചെക്ക് ഇൻ ചെയ്തത്? 3 ദിവസമായിട്ടും ഇദ്ദേഹത്തെ പുറത്തോട്ട് കാണാത്തപ്പോൾ ഈ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചില്ലേ? മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് ഈ ദിലീപ് ശങ്കർ മുറിയെടുത്തത്. ഇവിടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മുറിയെടുത്തത്. തുടർന്ന് പുറത്തേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ടൽ ജീവനക്കാരും ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ ഹോട്ടൽ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ നേരത്തെ നമ്മൾ ഈ സീരിയലിൻ്റെ സംവിധായകനുമായി ദിലീപ് ശങ്കർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിലെ സംവിധായകനുമായി സംസാരിച്ചതിൽ ആണ് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തതയുണ്ടായത്. അതായത് 2 ദിവസം ഇദ്ദേഹത്തെ ഈ ദിലീപ് ശങ്കറിനെ വിളിക്കുവാൻ ശ്രമിച്ചിരുന്നു. ഫോൺ വഴിയാണ്, അതുപോലെ തന്നെ നേരിട്ട് വിളിക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. വിളിച്ചിട്ടും ഫോൺ വഴി കിട്ടാതായതിനെ തുടർന്നാണ് ഒരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് ഒരു ഹോട്ടൽ ജീവനക്കാരോടും പരാതി പറയുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഹോട്ടൽ ജീവനക്കാർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ മരണപ്പെട്ട ദിലീപ് ശങ്കറിന് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അതായത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആരോഗ്യസ്ഥിതിയിലും കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ ഈ സംവിധായകൻ നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ സംവിധായകനിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞതാണ് അസുഖം ഉണ്ടായിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. മറ്റു ദുരൂഹതകളൊന്നും ഉണ്ടായിട്ടായത്
ഉള്ള ഒരു വിവരങ്ങൾ ലഭിക്കുന്നുമില്ല. ഇവിടെ ആരെങ്കിലും സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കാണാനോ മറ്റോ ആരെങ്കിലും വന്നതായി ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇതിനിടയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സംശയാസ്പദമായി എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടായതായും ഹോട്ടൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, അത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലുള്ള അല്ലെങ്കിൽ സംശയത്തിന് കാരണമായ സാഹചര്യങ്ങളൊന്നും നിലവിലില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല എന്നും നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസാണ് പറയേണ്ടത്. പോലീസ് അതിൻ്റെ ഒരു അന്വേഷണം, പ്രാഥമിക രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 6ാമത്തെ നിലയിലാണ്, ഈ ഹോട്ടലിലെ 6ാമത്തെ നിലയിലെ മുറിയിലാണ് മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. അവിടേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഹോട്ടൽ അധികൃതർ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഉടനെ തന്നെ പോലീസ് ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. പരിശോധന നടത്തി വരികയാണ്. ഇനി മറ്റ് ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തുള്ളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാകും. നിലവിൽ അത്തരത്തിലുള്ള നേരത്തെ ദേവിക സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള ആശങ്കകളൊന്നും നിലവിലില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ മുറി തുറന്നുള്ള പരിശോധനകളും നടത്തുകയും ചെയ്തു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസിന്റെ ഭാഗത്ത് അറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ സീരിയലിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റ് അംഗങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ഈ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും പരാതിപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും 2 ദിവസമായി ഈ ദിലീപ് ശങ്കറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ആണ് ഈ യൂണിറ്റ് അംഗങ്ങൾ ഹോട്ടലിലെത്തി ഈ ഹോട്ടലിലെ അധികൃതരോട് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണം നടത്തുമ്പോഴാണ് ഈ തറയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആരോഗ്യസ്ഥിതിയിൽ മോശമുണ്ടായിരുന്നു. കരൾ സംബന്ധമായ രോഗം ഉള്ളതായിട്ടും പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദീർഘ ശരി, തിരുവനന്തപുരം ഹോട്ടൽ മുറിയിൽ സീരിയൽ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട് എന്ന് പോലീസ് പറയുന്നു. പോലീസ് ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തുകയാണ്. പ്രശാന്ത്, വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായി തുടരുക.